യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരി എന്ന കാവ്യത്തിൻ്റെ 17ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യൈ നമഃ. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. ശങ്കരാചാര്യരുടെ 16 ശ്ലോകങ്ങൾ പറഞ്ഞു. അതിൻ്റെ ശ്ലോകങ്ങൾ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി ഇനിയും ഇടും. 8 ശ്ലോകം വരെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സാവിത്രേ വിവചാംശജി മണിശീലാഭംഗരുചിഭി വശിന്യാദിവിസ്ത്വാം സഹജനനി സംചിന്തയതിയാ സൽകർത്താകാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭി വചോഭി വാഗ്ദേവി വദനകമലാമോദമധുരൈ. ആരാണോ വാക്കിൻ്റെ ഉറവിടമായിരിക്കുന്നത് പുതുതായി മുറിച്ചെടുത്ത ചന്ദ്രകാന്ത കല്ലിനെ പോലെ ശോഭിക്കുന്നു അവൻ മഹാകാവ്യകർത്താവായി ഭവിക്കും. വാഗ്ദേവികൾ 8 പേരുണ്ട്. ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ വാഗ്ദേവികളാണ് കുടികൊള്ളുന്നത്. ഇപ്പോഴും ത്രിപുര സുന്ദരിയുടെ കൂടി വാഗ്ദേവതകൾ വസിക്കുന്നു. അവരാണ് അമ്മയുടെ ഈ കാവ്യം വസിക്കുന്നു. ഇപ്പോൾ എപ്പോഴും ത്രിപുര സുന്ദരിയോടുകൂടിയിരിക്കുന്നു. അമ്മയുടെ വാക്കുകൾ മധുരം ഉള്ളതായിരിക്കും, സുഗന്ധപൂരിതമായിരിക്കും. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തിരൂപം എന്ന് 3 കൂടങ്ങളായി മനുഷ്യ ശരീരത്തെ തിരിച്ചിരിക്കുന്നു. വാഗ്ഭവകൂടം എന്ന് പറയുന്നത് മുഖവും കഴുത്തു വരെയുള്ള ഭാഗങ്ങൾ. മധ്യകൂടം എന്ന് പറയുന്നത് കണ്ടം മുതൽ അര വരെയുള്ള ഭാഗങ്ങൾ. ശക്തികൂടം എന്ന് പറയുന്ന അര തൊട്ട് പാദം വരെയുള്ള ഭാഗങ്ങൾ. ഇങ്ങനെ 3 ഖണ്ഡമായി തിരിച്ചിരിക്കുന്നു. സൗന്ദര്യലഹരി എന്നുള്ള ഈ സ്തോത്രം എല്ലാവരും ദിവസവും പാരായണം ചെയ്യണം. അമ്മ പ്രത്യക്ഷമായിട്ടുള്ള സ്തോത്രമാണ്. എല്ലാവരും ഇത് പാരായണം ചെയ്യണം. ഐശ്വര്യം ഉണ്ടാവും, അമ്മയുടെ കരുണയുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ ശ്ലോകങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. പുറകെ ഇപ്പോൾ 8 സ്തോത്രം ഇട്ടിട്ടുണ്ട്. ഇനിയും ബാക്കി പുറകാലം ഇടാം. അത് വായിച്ച് ഇതിൻ്റെ കൂടെ ഇടാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. നമസ്തേ.